പുത്തൻ കമ്പനി കൊണ്ട് വാഗമണ്ണ് ചെന്ന് കണ്ട് ഒരു വോക്കിലിടാൻ നിന്ന പകരം തന്നെ നമ്മളെ സാറന്മാര് വന്നു. ബി ക്ലബിന്റെ കൂടെ വാഗമണ്ണ് രാമക്കൽമേട് പോയ ട്രിപ്പിന്റെ ബാക്കി പരിപാടികളാണ്. വാഗമണ്ണിൽ നമ്മള് പൈൻ ഫോറസ്റ്റിന്റെ പാർക്കിംഗിൽ വെച്ചാണ് സാറന്മാര് വന്ന് കണ്ട് നമ്മളോട് വോക്കിലിടണ്ടെന്ന് പറഞ്ഞത്. അതിന്റെ ഒരു സങ്കടത്തിൽ ഇരിക്കണ മൂന്നാളാണ് നിങ്ങളീ കാണുന്നത്. കുറച്ചൊരു കഴിഞ്ഞേക്ക് നമ്മള് പാർക്കിംഗ് അങ്ങനെ നമ്മളെ കലീഫാണ്. പാർക്കിംഗിലാണെങ്കിൽ വേറെ ഒരുപാട് വണ്ടികളുണ്ട്. അങ്ങനെ പിന്നെ പൈൻ ഫോറസ്റ്റ് പിന്നെ നേരെ പോയത് തെങ്ങൾപ്പാറക്കാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ബാസിമാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. വെള്ളക്ക് പൈച്ചിലെടുത്തപ്പോ പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല പപ്പടം കൂട്ടിക്കാണ്ട് നല്ല കിടില ബിരിയാണി തിന്നുകാണ്ട് പിന്നെ നമ്മൾ നേരെ പോകണം നമ്മള് ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോ തന്നെ നമ്മളെ സർവീസിന് ആൾക്കാർ വന്നു. സെറ്റിൻസിന്റെ പണി ഫുള്ള് കഴിയാതെ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നപ്പോ തന്നെ സെറ്റിൻസിന് ചെറിയൊരു തകരാറ് വന്നപ്പോ സർവീസിന് വേണ്ടിക്കാണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ എക്സ്പ്ലോർ റോഡ് അങ്ങനെ നമ്മളെ വാഗമണ്ണിൽ എത്തിക്കണം. അങ്ങനെ സർവീസ് കഴിഞ്ഞാണ്ട് നമ്മളെ വണ്ടിയുടെ പവർ ആയപ്പോ നമ്മളെ ചെക്കന്മാർക്ക് നമ്മൾ വോക്കിലിട്ട് കാണ്ട് അവിടെ അങ്ങോട്ട് കളറാക്കി കൊടുത്തു. പിന്നെ നമ്മൾ നേരെ സ്റ്റേ അടിക്കാനും വേണ്ടിക്കാണ്ട് നമ്മൾ നേരെ രാമക്കൽമേടുക്കാണ് നമ്മൾ പോകണം. രാമക്കൽമേട് എത്തിയപ്പോ തന്നെ സമയം വൈകിയതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോയി കടന്നിറങ്ങി രാവിലെ നീച്ചിക്കാണ്ട് നമ്മൾ നേരെ വണ്ടിന്റെ അടുത്തേക്കാണ് പോയി. പാർട്ടിക്കാരൊക്കെ സൈഡ് സീനിങ്ങിന് പോയ സമയത്ത് ഞങ്ങൾ രണ്ടാളങ്ങനെ വണ്ടിന്റെ അടുത്ത് പിന്നെ ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് നമ്മൾ നല്ല സ്റ്റേ അടിച്ചത്. അവിടെ നല്ല കിടിലെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ കാൽവരി മൗണ്ടിലേക്ക് പോവാണ്. കാൽവരി മൗണ്ടിൽ എത്തിയപ്പോ തന്നെ നമ്മൾ ബാസിമാണെങ്കിൽ ഒരു ആവേശത്തിൽ അങ്ങനെ ടോപ്പിക്ക് കയറിപ്പോയി. പോയ പോക്കിന്റെ ഉസാറൊന്നും ഇല്ലാതാണ് ചെക്കൻ തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. തിരിച്ച് പോരുന്ന വൈക്കുന്നത് നമുക്കാണെങ്കിൽ നല്ലൊരു ചേസ് കാണാൻ പറ്റി. അങ്ങനെ സമയം വെളുപ്പിന് ഒരു 3 മണിയായപ്പോ തന്നെ നമ്മളങ്ങനെ നാട്ടിലെത്തി. അപ്പൊ ഏതായാലും ബി ക്ലബിന്റെ കൂടെ കിടിലെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം.